ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ്. ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുചേല ദിനത്തെ പറ്റിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ സതീർത്ഥ്യനായ കുചേലൻ്റെ ദാരിദ്ര്യ ദുഃഖങ്ങൾ മാറ്റി സർവ്വ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിച്ച പുണ്യദിനമാണ് കുചേല ദിനം. എല്ലാ വർഷവും ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആചരിക്കുന്നത്. ഒരു പിടി അവിൽ സ്വീകരിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത സുഹൃത്തായ കുചേലൻ്റെ ദാരിദ്ര്യ ദുഃഖം ശ്രീകൃഷ്ണൻ അകറ്റിയ കഥ എല്ലാവർക്കും അറിയാം. എങ്കിലും എന്തുകൊണ്ട് കുചേലൻ ദരിദ്രനായി എന്ന ഐതിഹ്യം അത്ര പ്രസിദ്ധമല്ല. അതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു ഗ്രാമത്തിൽ ഭക്തയായ ഒരു ബ്രാഹ്മണി ഉണ്ടായിരുന്നു. ദരിദ്രയായ അവർ ഭിക്ഷ യാചിച്ചാണ് ജീവിതം കഴിച്ചു പോന്നത്. പല ദിവസങ്ങളിലും അവർ പട്ടിണിയായിരുന്നു. ഒരു ദിവസം ഭിക്ഷ യാചിച്ച് കിട്ടിയത് ഒരു പൊതി കടലയാണ്. അത് ഭഗവാന് നേദിച്ച ശേഷം കഴിക്കാമെന്ന് വിചാരിച്ച് അവർ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ആ രാത്രി അവിടെ കയറിയ കള്ളന്മാർ സ്വർണ്ണ നാണയമാണെന്ന് കരുതി അത് എടുത്തു. അപ്പോഴേക്കും ഉണർന്ന അവർ ബഹളം വെച്ചു. കള്ളന്മാർ ഓടി രക്ഷപ്പെട്ടു. ശ്രീകൃഷ്ണനും സുധാമാവ്, അതായത് കുചേലൻ്റെ തന്നെ ബാല്യകാലത്തെ നാമമാണ് കുചേലൻ്റേത് സുധാമാവ് എന്നായിരുന്നു, വിദ്യ അഭ്യസിക്കുന്ന സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ ഒളിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ കള്ളന്മാർ കടലപ്പൊതി അവിടെ ഉപേക്ഷിച്ചു. ഇതൊന്നും അറിയാതെ ബ്രാഹ്മണി, എൻ്റെ കടല ആര് ഭക്ഷിച്ചുവോ അവർ ദരിദ്രരായി പോകട്ടെ എന്ന് ശപിച്ചു. പിറ്റേന്ന് രാവിലെ ഗുരുമാതാവിന് കടലപ്പൊതി കിട്ടുകയും ശ്രീകൃഷ്ണനും സുധാമാവും കാട്ടിൽ വിറക് പെറുക്കാൻ പോകുമ്പോൾ 2 പേർക്കും വിശക്കുമ്പോൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്തു. ജന്മന ബ്രഹ്മജ്ഞാനിയായിരുന്ന സുധാമാവിന് ഈ പൊതി കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ രഹസ്യം മനസ്സിലായി. ഗുരുമാതാവ് പറഞ്ഞതിൻ പ്രകാരം കടല ശ്രീകൃഷ്ണന് കൊടുത്താൽ തൻ്റെ പ്രിയ സുഹൃത്തും ദരിദ്രനാകും, സൃഷ്ടി മുഴുവൻ ദാരിദ്ര്യം അനുഭവിക്കും. ഇത് മനസ്സിലാക്കിയ സുധാമാവ് ശ്രീകൃഷ്ണന് കൊടുക്കാതെ കടല മുഴുവൻ കഴിച്ച് ദാരിദ്ര്യത്തിൻ്റെ ശാപം സ്വയം വരിച്ചു. അങ്ങനെയാണ് സുധാമാവ് ദരിദ്രനായത് എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. ദാരിദ്ര്യ ദുഃഖം സഹിക്കാനാകാതെ ആയപ്പോഴാണ് ഭാര്യ ശ്രീകൃഷ്ണനെ കണ്ട് സങ്കടം പറയാൻ കുചേലനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ദ്വാരകയിലെ കൊട്ടാരത്തിൽ അതീവ സ്നേഹത്തോടെ സ്വീകരിക്കുകയും തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന അവിൽ വളരെ സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്ത ശ്രീകൃഷ്ണനോടുള്ള അതീവ ഭക്തിയിൽ സർവവും മറന്ന കുചേലൻ താൻ വന്ന കാര്യം പറയാതെയാണ് മടങ്ങിയത്. എന്നാൽ തൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ കുചേലൻ കണ്ടത് വലിയ കൊട്ടാരവും ആഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന പത്നിയെയും കുട്ടികളെയുമാണ്. ഭഗവാൻ ഒരു പിടി അവിൽ വാരി കഴിച്ചപ്പോൾ തന്നെ കുചേലന് സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാന്റെ കടാക്ഷത്താൽ ലഭിച്ചു. വീണ്ടും ഒരു പിടി കൂടി വാരിക്കഴിക്കാൻ ശ്രീകൃഷ്ണൻ മുതിർന്നപ്പോൾ ലക്ഷ്മി ദേവിയുടെ അവതാരമായ ഇപ്പോൾ തന്നെ കുചേലന് ലഭിച്ചു കഴിഞ്ഞു. ഇനിയും ആ നിസ്വബ്രാഹ്മണൻ കൊണ്ടുവന്ന ഭക്ഷണം ഭഗവാൻ കഴിച്ചാൽ താൻ ഉൾപ്പെടെ കുചേലൻ്റെ ദാസരായി കഴിയേണ്ടി വരും എന്ന് മനസ്സിലാക്കിയാണ് ദേവി ഭഗവാൻ കൃഷ്ണനെ തടഞ്ഞത്. ഭക്തിയോടെ എന്ത് സമർപ്പിച്ചാലും അത് ഭഗവാന് പ്രിയപ്പെട്ടതാണ് എന്നാണ് കുചേലന് ലഭിച്ച അനുഗ്രഹത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കുചേല ദിനത്തിൽ മഹാവിഷ്ണുവിൻ്റെയോ കൃഷ്ണൻ്റെയോ ക്ഷേത്രത്തിൽ ദർശിക്കുകയും അവിൽ നേദ്യം നടത്തുകയും ചെയ്യുന്നത് പുണ്യമായി കരുതുന്നു. കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനുമാണ് അവിൽ നിവേദിക്കുന്നത്. ഇതാണ് കുചേല ദിനത്തിലെ പ്രധാനപ്പെട്ട വഴിപാടായി വിഷ്ണു ക്ഷേത്രങ്ങളിലും കൃഷ്ണക്ഷേത്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏവർക്കും കുചേല ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷ്ണുവിൻ്റെയോ കൃഷ്ണൻ്റെയോ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു.